അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, വന്യ തിരുമേനിമാർ ഉറങ്ങാൻ തുടങ്ങുന്നതായ ജനങ്ങൾ, ഉണർന്നിരിക്കുന്നവർ, ഈ പറയുന്നത് കേൾക്കാൻ പാടില്ലാത്തവർ കേൾക്കുന്നവർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനം. തൊണ്ണൂറ്റി വർഷം ഈ ലോകത്തിൽ ജീവിച്ച ഞാൻ ഇന്ന് പറയുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക എൻ്റെ നേർച്ചകളെ കഴിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സാധു സുന്ദർ സിംഗ് ഈ സ്ഥലത്ത് വന്ന് കൺവെൻഷൻ പ്രസംഗിച്ച ആളാണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെയൊക്കെ പ്രസംഗിച്ചാൽ പോരാ, വടക്കേ ഇന്ത്യയിലും ഒക്കെ പ്രസംഗിക്കാം, അതുകൊണ്ട് നിങ്ങൾ അവിടെ വരണം. അപ്പോൾ എൻ്റെ മാതാവിൻ്റെ ഗർഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. മാതാവ് പ്രസംഗം കേൾക്കാൻ ഇവിടെ വന്നിരുന്നു. എൻ്റെ പിതാവ് ഇവിടെ ഒരച്ഛനായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ രണ്ടുപേരും അവരാലോചിക്കാതെ പറഞ്ഞു, ഇപ്പോൾ ഗർഭത്തിലുള്ളതായ ഈ മകൻ ഒരാൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾ അവനെ സുവിശേഷ വേലയ്ക്കായി തരും. അപ്പോൾ മാതാമൺ കൺവെൻഷനും എൻ്റെ ജീവിതവും സാധു സുന്ദർ സിംഗും തമ്മിലൊക്കെ നല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെയും കണ്ടിട്ടില്ല, എന്നാൽ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. മാതാമൺ കൺവെൻഷന് ഞാനും കൂടെ നല്ല ബന്ധമാണ്. അന്ന് രാത്രിയിൽ സ്ത്രീകളെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ത്രീകളുടെ സ്ഥലത്തൂടെ പുരുഷന്മാർക്ക് പോയിരിക്കും. ഞാൻ കോഴഞ്ചേരി കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ രാത്രി, അപ്പോൾ ഞങ്ങൾ വന്ന് ഒരുമിച്ചിരിക്കണം. അത് പറ്റുന്ന കാര്യമല്ല. അവിടെ നമ്മളിരുന്നാൽ പിന്നെ എഴുന്നേക്കാൻ സമ്മതിക്കത്തില്ല. എന്നാലും ഞങ്ങൾ പറയും, ഇന്നടുത്ത് വന്ന് നിൽക്കണം, നമുക്ക് ഒരുമിച്ച് പോയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും. അന്നേരം പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ഈ മണൽത്തിരിയാൽ ഒന്നെടുത്ത് മുകളിലോട്ട് വിടും. അപ്പോൾ കഷൻ്റെ ഉള്ള വല്യപ്പൻ്റെ തലയിൽ ചെന്നിട്ട് വിടും. അപ്പോൾ ഞങ്ങൾ വല്യപ്പൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ പിള്ളേരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അന്ന് മുതലേ മനുഷ്യനെ കളിപ്പിക്കാൻ എനിക്കറിയാം. അതെല്ലാം കഴിഞ്ഞ സ്തോത്രാഴ്ച ആയപ്പോൾ മെത്രാപ്പൊലീത്ത എബ്രഹാം മാർത്തോമ്മ പറഞ്ഞു, സ്ത്രീകളുടെ വശത്ത് സ്തോത്രാഴ്ച എടുക്കാൻ ആരും നിശ്ചയിച്ചിട്ട് അവിടെ ഇരിക്കുന്ന അല്ല ദൈവമക്കൾ ആരെങ്കിലും നിങ്ങളൊരു ആ സ്തോത്രാഴ്ച എടുത്ത് സഹായിക്കണം. അപ്പോൾ മണൽത്തടി എറിയാൻ മാത്രമല്ല, സ്തോത്രാഴ്ച എടുക്കാനും എനിക്കറിയാം. ഞാൻ ആ എടുത്തോണ്ട് ഇരുന്നപ്പോൾ ഒരു വല്യപ്പൻ ചോദിച്ചു, കുഞ്ഞെ നീ ഇത് അങ്ങ് കൊണ്ടോ കൊടുക്കുമോ വീട്ടിൽ കൊണ്ടുപോകുമോ? ഞാൻ പറഞ്ഞു, വല്യപ്പൻ ഒന്നും നിശ്ചയിച്ചിട്ടില്ല, കൊടുക്കണമെന്ന് വിചാരിച്ചാൽ വാങ്ങിക്കുന്നത് നിശ്ചയിച്ചില്ല. ഇപ്പം വല്യപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ളത് എൻ്റെ മനസ്സിൽ കയറിയത് എന്ന് പറഞ്ഞു.
ഇവിടെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ കണ്ട സ്ഥലമാണ്. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ പോകണമെന്ന് താല്പര്യമുണ്ട്. എൻ്റെ പിതാവ് പറഞ്ഞു, നിൻ്റെ സ്വഭാവം ഉറച്ചില്ല, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നീ സെർവൻസ് ഓഫ് ഇന്ത്യ പോയിക്കും. ആദ്യം സഭയുടെ ഒരു പരിപാടിയിൽ പോകണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് മുമ്പേ മെത്രാപ്പൊലീത്ത പറഞ്ഞതുപോലെ നമ്മുടെ വടക്കേ കർണാടകത്തുള്ള വേറെ പുനർജീവിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സംഘം പറഞ്ഞു, പുതിയതായിട്ട് ആരെങ്കിലും വേണം, പക്ഷേ ഞങ്ങൾ ശമ്പളം തരത്തില്ല. അതാ സംഘത്തിൻ്റെ പണി. ജോലി എല്ലാവരും ചെയ്തോണം, ശമ്പളം കൊടുക്കുകയില്ല. അങ്ങനെയുള്ളൊരു സ്ഥാപനയുടെ കൂടെ ഞാൻ ആദ്യം കൂടിയത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കാര്യം, സംഘം വലിയ കടത്തിലായി, വീട്ടാൻ നിവൃത്തിയില്ല. എബ്രഹാം മാർത്തോമാ തിരുമേനി അത് പറഞ്ഞു, കുറേ രൂപ കൊടുത്ത് ഇനിയും കുറച്ച് രൂപ. അപ്പോൾ സുവിശേഷ സംഘത്തിൻ്റെ സുവിശേഷകർ ഒരു തീരുമാനം ചെയ്തു, ഞങ്ങൾക്ക് ഇനി മേലാൽ ശമ്പളമില്ല, കിട്ടുന്നത് ഞങ്ങൾക്ക് ശമ്പളം നിശ്ചയിക്കണം, അത് തരാൻ നിവൃത്തിയില്ലെങ്കിൽ അത് എഴുതിക്കളയണം, ഞങ്ങൾ പറ്റിയതായിട്ട് ഒപ്പിട്ടത്. നമ്മുടെ സുവിശേഷകർ സഭയുടെ ഒരാവശ്യ സമയത്ത് അവർ പറഞ്ഞു, ശമ്പളത്തിനല്ല ഞങ്ങൾ ജോലി ചെയ്യുന്നത്, സുവിശേഷത്തോടുള്ള താല്പര്യം. അതെന്നെ വളരെ സ്പർശിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനും ഈ വ്യവസ്ഥയിൽ അങ്കോലായിൽ വരാം, ഒരാശ്രമമൊക്കെ. നമ്മുടെ സഭയുടെ വലിയ ഒരു അച്ഛനും സലാംപൂരിൽ നിന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത് PJ തോമസ് അച്ഛനും DT നൈൽസുമാണ്. ആ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു കരുനാഗപ്പള്ളിക്കാരൻ P. ജോൺ തോമസ് എന്ന് പറയുന്ന അച്ഛനും അച്ഛൻ്റെ കൊച്ചമ്മയും 2 മക്കളും കൂടി ഞങ്ങളവിടെ പോയി ജോലിയായി. ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയെങ്കിലും അവിടെയുള്ള ആളുകൾ സുവിശേഷം എന്നോട് പ്രസംഗിച്ചു. ഞാൻ സുവിശേഷം പറയുന്നത് ജോലിക്കാരുടെ കൂടെ കാട്ടിൽ പോയി ഉണങ്ങിയ കമ്പും അതും ഇതൊക്കെ വിറ്റിട്ട് ചന്ത കൊണ്ടുവന്ന് വിൽക്കും. അതുപോലെ കടലിൽ പോയി മീൻ പിടിക്കും. ഒരു പ്രാവശ്യം രാത്രിയിലൊക്കെ പോയിട്ടുണ്ട്. അവരുടെ കൂടെ ജോലി ചെയ്യും. അതാണ് എൻ്റെ സുവിശേഷ. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഒത്തിരി ആയില്ല, ബാങ്കട എന്ന് അവരുടെ ഭാഷയിൽ പറയും, വന്നു. അവരുടെ കയ്യിൽ അന്ന് ഈ അയില പിടിക്കുന്ന വലയിൽ, അപ്പോൾ അത് പിടിക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി എണ്ണത്തെ കണ്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മോളിൽ കൂടെ അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അവർ പറഞ്ഞു ചെയ്യത്തില്ല, ഇത് ദൈവം ഞങ്ങൾക്ക് ഈശോ തന്നിട്ടുള്ളതായ ദാനമാണ്, ഞങ്ങളുടെ ജീവനും മനുഷ്യൻ്റെ ഭക്ഷണവുമായിട്ട് തന്നതാണ്, അത് കളിക്കാനുള്ളതല്ലെന്ന്. സ്വല്പം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തിമിംഗലം അവിടെ പൊങ്ങി. അത് കണ്ടപ്പോൾ കരയ്ക്കൊക്കെ ഉള്ള എൻ്റെ സാമർഥ്യം, കടലിൽ തിമിംഗലത്തെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അപ്പോൾ കറുത്ത ഞാൻ വെളുത്തു, രക്തോട്ടം കണ്ടത്. അന്നേരം അവർ പേടിച്ചു, ഇയാൾ മയങ്ങി താഴെ വീഴും, അപ്പം തിമിംഗലത്തിന് വയറ്റിലിരിക്കും. എനിക്ക് അന്നും അറിയാം, ഈ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നാൽ പ്രാർത്ഥിക്കാമെന്നുള്ളത് എനിക്കറിയാം.
എന്നാൽ ഞാൻ വളരെ ബുദ്ധിമാനായതുകൊണ്ട് വീഴുന്നതിന് മുമ്പേ അങ്ങ് പ്രാർത്ഥിച്ചു, ദൈവമേ രക്ഷിക്കണേ. അതായത് തിമിംഗലത്തിന് കുറേ അയിലയെ കിട്ടിയപ്പോൾ അതിൻ്റെ കാര്യത്തിന് പോയി. എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല. അങ്ങനെ പല ക്യാൻസർ രോഗിയായിരുന്നു ഞാൻ. മരിച്ചു പോകുമെന്ന് പലരും വിചാരിച്ചു. ദൈവം ഒഴിച്ച് പലരും വിചാരിച്ചതാണ് ഞാൻ മരിച്ചു പോകുന്നത്. അതിനെപ്പറ്റി ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ക്യാൻസർ വന്ന് എഴുതേണ്ട ഉദ്ദേശം, അന്നങ്ങനെ മരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ നമുക്കൊക്കെ എത്ര സമാധാനം ഉണ്ടായിരുന്നേനെ എന്ന്. അതുകൊണ്ട് അങ്ങനെ പലവിധ അനുഭവങ്ങൾ കടന്നുപോയി. എനിക്ക് ഒരു വലിയ കഴിവുകളൊന്നും ദൈവം തന്നിട്ടില്ല. സാധാരണക്കാരനായ ഒരാളാണ്. എന്നാൽ അനുഗ്രഹങ്ങൾ ധാരാളമായി തന്നു. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരന്മാരും സഹോദരികളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം എന്നോട് പറയുന്നു, എന്നെ വീണ്ടും സ്വർഗത്തിൽ പോകാൻ അനുവദിച്ചാൽ ആരെ അപ്പനായിട്ട് വേണം, എവിടെ ജനിക്കണം, എന്ത് ചെയ്യും? ഞാൻ പറയും, ദൈവമേ, നീ 1918 മുതൽ എന്ത് ചെയ്തു അത് റിപ്പീറ്റ് ചെയ്താൽ മതി എന്ന് പറയും. എൻ്റെ ആയുസ്സിനെ പറ്റി യാതൊരു ദുഃഖവും എനിക്കില്ല. ഞാൻ ദൈവത്തോട് മറുതലിക്കാത്ത ഒറ്റ ദിവസമില്ല. എന്നാൽ ദൈവം എന്നോട് മറുതലിച്ച ഒരു ദിവസവുമില്ല. ഇങ്ങനെയുള്ള ആളാണ്. ഈ മാർത്തോമാ സഭയിൽ എനിക്ക് ജനിക്കാനും വളരുവാനും പഠിക്കാനും ഒക്കെ ഞാൻ മാരാമൻ ഇപ്പോഴത്തെ ആ ട്രെയിനിങ് സ്കൂൾ, അന്നത് 4ാം ക്ലാസ് വരെ അവിടെയാണ് 4ാം ക്ലാസ് വരെ. പിന്നീട് ഇപ്പോഴത്തെ ഹൈസ്കൂൾ, അത് മിഡിൽ സ്കൂൾ, അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ കോഴഞ്ചേരി ഹൈസ്കൂളിൽ പഠിച്ചു, സെൻറ്റ് ജോൺ. അങ്ങനെ മാർത്തോമാ സ്കൂളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. മറ്റെങ്ങും എനിക്ക് അഡ്മിഷൻ കിട്ടുക. അത് കഴിഞ്ഞ് ആലുബ കോളേജിൽ പഠിച്ചു. എനിക്ക് പറയാനുള്ളത്, ഈ കോളേജുകളിലൊക്കെയാണ് ഈ ഇപ്പോൾ ഞാനിരിക്കുന്ന കസേരയിൽ ഞാനിരിക്കാൻ എന്നെ സഹായിച്ചു. ദൈവത്തെ ഞാൻ ഇപ്പോൾ അറിയുന്നത് പോലെ അറിയുവാനും അനുഭവിക്കാനും സാധിച്ചു. യഹോവ ചെയ്ത ഉപകാരം സാധാരണക്കാരനായ എന്നെ അസാധാരണമായ പല അനുഭവങ്ങൾ. ഞങ്ങളും നമ്മുടെ അലക്സാണ്ടർ തിരുമേനി, തോമസ് തിരുമേനി, ഞങ്ങൾ 3 പേരും കൂടിയാണ് പഠിച്ചത്. എന്നാൽ ആ 3 പേരിലും 3ാമനോ 4ാമനോ ആയിട്ട് എന്നെ വാവാക്കത്തുള്ളൂ. മറ്റൊരു 2 പേരും വലിയ കഴിയുക. അങ്ങനെ സഭ എന്നെ സ്വീകരിച്ചു, സഹായിച്ചു, അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കൈകളിൽ ദൈവത്തിൻ്റെ മകനായി വളരുവാൻ എനിക്ക് കൃപ നൽകി. നിങ്ങളുടെയൊക്കെ അപ്പന്മാർ എന്നോട് കാണിച്ചിട്ടുള്ള നന്മ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. ഇവിടെ ഇരിക്കുന്ന വല്യപ്പൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ അത് ഞങ്ങൾക്ക് ഇട്ടൊരു കൊട്ടാണല്ലോ. അല്ല, ആ അപ്പൻ്റെ മക്കളായ നിങ്ങൾ ആ അപ്പൻ്റെ വലിയ പാരമ്പര്യം കാണിച്ചു. ഇത് ഞാനൊരിടത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, തിരുമേനിയുടെ അപ്പൻ്റെയും പാരമ്പര്യം തിരുമേനി നിലനിർത്തണമെന്ന് ഓർത്തോണമെന്ന്. അതെ, എൻ്റെ മാതാപിതാക്കന്മാരോട്, എൻ്റെ കൂടെ പഠിച്ചവരോട്, എന്നെ സ്നേഹിച്ചവരോട്, എന്നോട് പിണക്കിട്ടവരോട്, ഞാൻ
സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ വഴക്കിടുന്നതിന് പഠിക്കേണ്ട വിഷയങ്ങൾ വലുതായിട്ട് പഠിച്ചില്ലെങ്കിലും വഴക്കിടുന്നതിന് നല്ലതായി പഠിച്ചുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ BA ആണ് എനിക്ക് കിട്ടിയത് എങ്കിലും മറ്റേ BA ആണ് ഡിഗ്രി ആയി തന്നത്. അത് കഴിഞ്ഞ് ഈ സഭ അല്ലാതെ വേറൊരു സഭയിൽ ഞാനായിരിക്കാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും കരുതലും. ഞാൻ ക്യാൻസർ രോഗിയായി കഴിഞ്ഞു ഒരു ഹിന്ദു ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചത് ബൈബലിലൂടെ. അദ്ദേഹം പോരാൻ നേരത്ത് പറഞ്ഞു, തിരുമേനിക്ക് ഇത്രയും നല്ല സൗഖ്യവും ഇത്രയും വേഗം എന്നുള്ള സൗഖ്യവും കിട്ടിയത് തിരുമേനിയുടെ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാൻ ചോദിച്ചു, ഡോക്ടർ എങ്ങനെ അറിഞ്ഞു അവർ പ്രാർത്ഥിക്കുന്നത് എന്ന്. ഉടനെ പറഞ്ഞു, എല്ലാ ദിവസവും എന്നെ ആളുകൾ വിളിക്കും. ഇപ്പോൾ ഒരു ബിഷപ്പിനെ ക്യാൻസർ രോഗത്തിന് ഡോക്ടർ ചികിത്സിക്കുന്നില്ലോ, അത് ഞങ്ങളുടെ തിരുമേനി. ഉള്ള കാര്യമെല്ലാം തുറന്ന് സത്യമായി ഞങ്ങളോട് പറഞ്ഞു. ഒരു ദിവസം 10-50 പേര് വിളിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു യുവജനസഖ്യാംഗം വന്നു. അവൻ പറഞ്ഞ എൻ്റെ അമ്മ പറഞ്ഞയച്ചതാണ്, അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, തിരുമേനിയോട് സംസാരിച്ച് ഒക്കെ അറിയണം. അവൻ വന്ന് സംസാരിച്ച് വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ തിരുമേനിക്ക് അറിയാൻ വയ്യ, തിരുമേനിക്ക് ക്യാൻസറാണ്. ഉടനെ അമ്മ ചോദിച്ചു, നീ അതെങ്ങനെയാണ് അറിയണം? അതെന്നാ നീ ചോദിച്ചാൽ, രോഗത്തെപ്പറ്റി അറിയാൻ ഞാൻ ചോദിക്കുക, അതല്ല എന്നെ കളിയാക്കാനാണ് തിരുമേനി നോക്കുന്നത്, അല്ല രോഗത്തെപ്പറ്റി പറയുകയല്ല. അതൊരു രോഗിയായിരുന്നു പറയുക. അതായത് ക്യാൻസർ രോഗം വന്നപ്പോൾ ഞാൻ അതിനെ ഭയപ്പെട്ടില്ല. അത് ദൈവം എനിക്ക് നൽകിയ വലിയ കൃപയാണ്. ഞാൻ രോഗമൊക്കെ സൗഖ്യമാക്കി അവിടെ തരമനയിൽ തിരുവല്ലയിൽ വന്നപ്പോൾ ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ഇന്ന്? ഉടനെ തിരുമേനിയെ കാണാൻ. ഞാൻ പറഞ്ഞു, നേര് പറ, ചുമ്മാ സൂത്രം പറയാം, നേര് പറയാം. ഉടനെ അവർ പറഞ്ഞു, തിരുമേനിയെ കാണാൻ. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം കാണാൻ വന്നതായുള്ളതെന്ന് പറഞ്ഞു. എൻ്റെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് സൗഖ്യം. അവരും അവരുടെ മക്കളും നിങ്ങൾ തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ അസുഖങ്ങളും നേടി ഞാൻ മനുഷ്യന് പ്രയോജനവും ദൈവത്തിന് പ്രസാദകരവുമായി ജീവിപ്പാൻ നിങ്ങൾ സഹായിക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ എന്നെ അനുഗ്രഹിക്കണമെന്ന അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചു.